പാലക്കാട് നല്ല ചൂടാണ്. തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത ഘട്ടത്തിൽ ആ ചൂട് ഇരട്ടിയായി. പക്ഷേ ഇതൊന്നും സ്ഥാനാർത്ഥികളെയും മുന്നണികളെയും ബാധിക്കുന്നില്ല. രാവിലെ മുതൽ രാത്രി ഏറെ വൈകിയും ഈ പ്രചാരണം ഇങ്ങനെ തുടരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് പട്ടിക്കരയിലാണ്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർഡാണ് പട്ടിക്കര. BJPയുടെ സംസ്ഥാന ട്രഷറർ ഈ കൃഷ്ണദാസ് മത്സരിക്കുന്ന ഒരു വാർഡ് കൂടിയാണ്. ഇപ്പോൾ നമുക്ക് പട്ടിക്കരയിലെ ഒരു വീട്ടിൽ കൃഷ്ണദാസ് ഏട്ടനുണ്ട്. പ്രചാരണം നടന്നതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം. എങ്ങനെ പോകുന്നു പ്രചാരണം? നല്ല വിധത്തിൽ പോകുന്നു. വാർഡിലെ ഓരോ വീട്ടിലും കയറി ഈ വാർഡിലെ ജനങ്ങളെ നേരിട്ട് പരിചയപ്പെടുന്നു. എൻ്റെ മനസ്സിലുള്ള അടുത്ത 5 വർഷം ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് തന്നെ അവരോട് സംസാരിച്ചിട്ടാണ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ചില ആക്ഷേപങ്ങളൊക്കെ വന്നിരുന്നു. പ്രത്യേകിച്ച് ഈ പട്ടിക്കരയിൽ ഒരു പരാതി പോയിട്ടുണ്ടായിരുന്നല്ലോ, നേതൃത്വത്തിന് കൃഷ്ണദാസേട്ടന് അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ പിന്നിൽ ചില കളികളുണ്ടായി എന്ന തരത്തിലൊക്കെ പിന്നീട് BJPയിലെ തന്നെ ഒരു വിഭാഗം തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലൊക്കെ ആരോപണം ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓരോ വീടും കയറി ഇറങ്ങുമ്പോൾ അങ്ങനെ ഒരു പരിചയക്കുറവ് ഇവർ കാണിക്കുന്നുണ്ട്? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ഓൺലൈൻ മീഡിയയുടെ മുമ്പാകെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത രാധ ചേച്ചിയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അവർ ഫോക്കസ് ചെയ്തോളൂ. അവർ ഈ പറഞ്ഞ രീതിയിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അവരിന്ന് എൻ്റെ കൂടെ ഇന്ന് പ്രചരണത്തിൽ ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവർ ബാക്കി സംഗതികൾ അവർ പറയും. ഞാൻ ഓരോ വീട്ടിൽ പോകുമ്പോൾ അവരോട് ഞാൻ പറയുന്നത്, ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് മാത്രമല്ല, 2010-2015 കാലഘട്ടം ഈ നഗരസഭയുടെ ഏറ്റവും ദുർഘടം പിടിച്ച ഒരു കാലഘട്ടമായിരുന്നു. അവിടെ അന്നത്തെ ഭരണസമിതി എന്ന് പറയുന്നത് ഒരു കമ്മീഷൻ ഭരണസമിതിയായിരുന്നു എന്നാണ് ഏറ്റവും വലിയ ആരോപണം. അന്നുണ്ടായിരുന്ന അതേ നേതാക്കന്മാർ ഇന്ന് വീണ്ടും നഗരസഭയിലേക്ക് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ലേബിളിൽ അവരിന്ന് മത്സരിക്കുന്നുണ്ട്. ജനങ്ങളുടെ മുമ്പാകെയുള്ള ചോദ്യം, ആ കമ്മീഷൻ ഭരണം വീണ്ടും വരണോ അതോ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുമ്പാകെ ഈ ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെച്ചിട്ടുള്ള സുതാര്യ ഭരണം വേണോ എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പാകെയുള്ള ചോദ്യം. എന്തായാലും ഈ പ്രത്യേകിച്ച് ഈ പാലക്കാട് നഗരസഭ കഴിഞ്ഞ 10 വർഷമായിട്ട് BJPയുടെ കയ്യിലാണ്. കേരളത്തിലെ വേറൊരു നഗരസഭയോ അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ ഉള്ളതില്ല. പക്ഷേ പാലക്കാട്ടെ BJP എന്ന് പറയുമ്പോൾ അത് കൂടുതൽ മറ്റ് സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് കൂടുതൽ ശക്തമായി നിൽക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട്. അത് തുടരും എന്നൊരു പ്രതീക്ഷയുണ്ടോ? റെസ്പോൺസ് അല്ല, 100%. അതായത് നരേന്ദ്രമോദി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഈ നഗരസഭയ്ക്ക് ഏകദേശം 400 കോടി രൂപയാണ് വ്യത്യസ്ത പദ്ധതികളിൽ തന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് വലിയങ്ങാടി പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി മാത്രം 140 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ നേരിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സഹായം കിട്ടുകയുള്ളൂ എന്ന് പാലക്കാട്ടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ BJP ജയിക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. പ്രത്യേകിച്ച് ഈ സുതാര്യ ഭരണമായിരുന്നു നഗരസഭയുടെ എന്ന് പറയുമ്പോൾ പോലും ഈ മുൻ നഗരസഭാ അധ്യക്ഷ പ്രിയ അജയൻ ഉൾപ്പെടെ ഇന്നൊരു നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. അതായത് പാർട്ടിയിലെ കൗൺസിലർമാർ പോലും പലപ്പോഴും ഒപ്പം നിൽക്കാത്തൊരു സാഹചര്യമുണ്ടായി. നേതൃത്വത്തിന് പരാതി അറിയിച്ചിട്ട് നടപടി ഉണ്ടായില്ല. അതിലൊക്കെയുള്ള മനോവിഷമത്തെ തുടർന്നാണ് രാജിവെച്ചത്. തുടർന്ന് രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ചത്. പൊതുപ്രവർത്തനമേ ഇനി വേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്താനൊക്കെ അത് കാരണമായി. അങ്ങനെ BJPക്കുള്ളിലെ തന്നെ ഈ പറയപ്പെടുന്ന വിഭാഗീയത ഒരു കാരണമായി എന്നവർ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരന്റെ ഒരു പ്രസ്താവന വരികയുണ്ടായി. അപ്പോൾ അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, അവർ വളരെ വ്യക്തമായിട്ടുള്ള അവർ പറഞ്ഞത് സുതാര്യ ഭരണം കാഴ്ചവെച്ചു എന്ന് അവരെ പറഞ്ഞത്. അവരിരിക്കുന്ന 3 വർഷം അവർ ചെയർമാനായിട്ട് ഇരുന്ന 3 വർഷക്കാലം 1 രൂപയുടെ അഴിമതി ആരോപണം പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് നിങ്ങൾ ഏത് പ്രതിപക്ഷ കൗൺസിലർമാരോടും നിങ്ങൾ സംസാരിച്ചോളൂ. 1 രൂപയുടെ അഴിമതി ഈ 5 വർഷക്കാലത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അതിനൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ബാക്കിയൊന്ന് പറയാൻ സമ്മതിക്കും. അതായത്
ഏറ്റവും സുതാര്യമായ ഭരണം അവിടെ കാഴ്ചവെച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു പാർട്ടി ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അഭിപ്രായവും ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവും. അവർ ചില പ്രത്യേക കാരണങ്ങളാൽ അവർ ആ പോസ്റ്റിൽ നിന്ന് രാജിവെച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനുശേഷം ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 2025 അവർ വളരെ സമാധാനത്തോടുകൂടി അവരുടെ പ്രയോറിറ്റി എന്താണ് എന്ന് അവർ തിരിച്ചറിഞ്ഞ് അവർ മുന്നോട്ട് പോകുന്നു. ബാക്കിയുള്ള സംഗതികളൊക്കെ ഈ പറയുന്ന രീതിയിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന സംഗതികളാണ്. ഇതൊന്നും നടക്കാത്ത സംഗതികളല്ല. കേരളത്തിലും ഇന്ത്യ രാജ്യത്തും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ കാണുന്ന സംഗതികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന ഒരു ഇതിൽ എന്തെങ്കിലും ഒരു ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സംഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് രാഷ്ട്രീയം ചേരില്ല. അത്യാവശ്യം നല്ല ഈ പറയുന്നവരിൽ ഈ മെയ്വഴക്കമുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ഈ പറയുന്ന രീതിയിൽ പൊതുപ്രവർത്തനം എന്നുള്ള ഒരു സംഗതി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും അത് ഇറ്റ് ഈസ് നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് ഇതെല്ലാവർക്കും യോജിച്ച ഒരു പ്രവർത്തന മേഖലയാവണമെന്ന് നിർബന്ധമില്ല. ഒരുപാട് ആളുകൾ വരും, ചില ആളുകൾ കൊഴിഞ്ഞു പോവും, ചില ആളുകൾ ഈ പറയുന്ന രീതിയിൽ എന്തൊക്കെ മാനസിക വിഷമം ഉണ്ടെങ്കിലും പാർട്ടി പറയുന്ന നിർദ്ദേശവുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. എല്ലാ പാർട്ടിയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പാലക്കാട് എപ്പോഴും BJP മാത്രം ഫോക്കസ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. 100%. അത് നിങ്ങൾ മാധ്യമങ്ങൾക്ക് പ്രത്യേക കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാലക്കാട്ടിലെ മാധ്യമ പ്രവർത്തകർക്ക് ഭാരതീയ ജനതാ പാർട്ടിയോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പാലക്കാട്ടെ മാധ്യമ പ്രവർത്തകരുടെ കരുതലിനും സ്നേഹത്തിനും ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള പ്രത്യേക കരുതലിനും സ്നേഹത്തിനും ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് തന്നെയാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത്. മാധ്യമങ്ങളുടെ സ്നേഹമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ഈ വാർഡിൽ നിന്ന് പോയ നേതൃത്വത്തിന്, RSS നേതൃത്വത്തിന് പോയ പരാതിക്ക് പിന്നിൽ മാധ്യമങ്ങളല്ലല്ലോ. അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അന്ന് അതായത് സ്വാഭാവികമായിട്ടും വരുന്ന ചില വിഷയങ്ങളുണ്ട്. ചില ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ചില സംഗതികൾ ഉണ്ടാക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, അത്തരത്തിൽ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് ബൈറ്റ് കൊടുത്ത അമ്മ ഇന്ന് എൻ്റെ കൂടെ ഇന്ന് പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇനി ഇതിലും കൂടുതൽ ഒരു മറുപടി എനിക്കിനി കൊടുക്കാനില്ല, ഇതിലും വലിയൊരു മറുപടി എനിക്ക് കൊടുക്കാനില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ഞാൻ പരാതി കൊടുക്കുന്നുണ്ടോ എന്ന്. എനിക്കൊരു പരാതിയുമില്ല. അതായത് പാർട്ടിയാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ജില്ലാ ഘടകവും ജില്ലയിലെ കോർ കമ്മിറ്റിയും അതേപോലെ തന്നെ സംസ്ഥാന ഘടകവും ഒക്കെ യോജിച്ചെടുത്ത ഒരു തീരുമാനം ഈ കൃഷ്ണദാസ് മത്സരിക്കണം എന്നുള്ളതാണ്. എനിക്ക് ഈ പാർട്ടി നിർദ്ദേശം അനുസരിക്കുക എന്നല്ലാതെ എനിക്ക് മറ്റു പോംവഴിയില്ല. അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും അവരുടെ മനസ്സിൽ സംശയങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളത് എൻ്റെ ഒരു ദൗത്യമാണ്. പ്രിയ അജയനും പ്രമീള ശശിധരനും ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുഖമായി തന്നെ പ്രവർത്തിച്ചവരൊക്കെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. അതായത് BJPയിലെ വിഭാഗീയത എടുത്തു പറയുകയാണെങ്കിൽ, പേരെടുത്ത് തന്നെ പറഞ്ഞാൽ കൃഷ്ണകുമാർ പക്ഷവും അല്ലാത്തവരും, അങ്ങനെ മറുപക്ഷവും, അങ്ങനെ തന്നെ പേര് പറയുന്നു. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും താങ്കൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്? ഒരിക്കലുമില്ല. ഞങ്ങൾ അതായത് ഈ കോർ കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയിൽ കൃഷ്ണകുമാർജിയുടെ തൊട്ടടുത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇവിടെ ആകെ കേരളത്തിൽ ഒരു പക്ഷേ ഉള്ളൂ. അത് ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ പക്ഷം. ഇന്ത്യ രാജ്യത്ത് ഒരൊറ്റ BJPയുടെ പക്ഷമേ ഉള്ളൂ, അത് JP നഡ്ഡയുടെ പക്ഷം. സ്വാഭാവികമായിട്ടും ഇത് പലപ്പോഴും ഉണ്ടാവുന്നത് വാർത്തകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, പലപ്പോഴും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇന്നൊരു വാർത്തയുണ്ട്, ജില്ലാ അധ്യക്ഷൻ്റെ പടം എൻ്റെ പോസ്റ്ററിൽ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ വാർത്ത കൊടുത്ത മാധ്യമക്കാരെ, ഞാൻ ആ മീഡിയക്കാരെ വിളിച്ച് ചോദിച്ചു, ഞാൻ കേരളത്തിലെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ ബോർഡിൽ ജില്ലാ അധ്യക്ഷൻ്റെയോ ജില്ലാ സെക്രട്ടറിയുടെയോ ഫോട്ടോ കാണിച്ചു തരാൻ സാധിക്കുമോ? സ്വാഭാവികമായിട്ടും നമ്മൾ ജില്ലാ അധ്യക്ഷൻ്റെ ഫോട്ടോ, ഞാൻ 2 പേരുടെ ഫോട്ടോയാണ് ഞാൻ വെച്ചിരിക്കുന്നത്, ഈ പ്രദേശത്തുള്ളവരുടെ. അവർ ഈ പ്രദേശത്തുള്ള 2 കൗൺസിലർമാരുടെ ഫോട്ടോ ആണ്. ബഹുമാന്യനായ ശിവരാജേട്ടൻ്റെ ഫോട്ടോ, ഈ കൗൺസിലർ, നമ്മുടെ ഈ വാർഡിലെ കൗൺസിലറായ അരുണ ചേച്ചി, എൻ്റെ അരുണ ഇവിടെയുണ്ട്, അവരുടെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ വെച്ചിരിക്കുന്നത് ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ, അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർജിയുടെ, കേരളത്തിൻ്റെ വികസന നായകൻ, ഒരു വികസിത കേരളം എന്ന സ്വപ്നം കാണുന്ന രാജീവ് ചന്ദ്രശേഖർജിയുടെ ഫോട്ടോ ആണ്. ഏതെങ്കിലും ഒരു പാർട്ടി ജില്ലാ അധ്യക്ഷൻ്റെയോ ജില്ലാ സെക്രട്ടറിയുടെയോ ഫോട്ടോ വെച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ളൊരു
ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഇന്ന് കേരളത്തിൽ ഉണ്ട്. അങ്ങനെ ഒരൊറ്റ പക്ഷമാണെന്ന് പറയുമ്പോൾ പോലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കൃഷ്ണകുമാർ പക്ഷവും അല്ലാത്ത പക്ഷവും നോക്കുമ്പോൾ ഈ മറുപക്ഷത്തുള്ള ആകെ 2 പേർക്കാണ് സീറ്റ് ഉള്ളത്. ഒന്ന് കൃഷ്ണദാസ് ഏട്ടനും ഒപ്പം സ്മിതേഷിനും മാത്രമാണ് സീറ്റ് നൽകിയത്. ബാക്കി എല്ലാ സീറ്റുകളും കൃഷ്ണകുമാർ പക്ഷക്കാർക്കുള്ളതാണ്. പ്രത്യേകിച്ച് കൃഷ്ണകുമാർ പക്ഷം ഭരണം പിടിച്ചെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ പാർട്ടിയെ പിടിച്ചെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു എന്നൊക്കെയായിരുന്നു പ്രമീള ശശിധരൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് 53 പേരും ഒരൊറ്റ പക്ഷമേ ഉള്ളൂ. ഈ 53 പേരും ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കണം എന്നുള്ള രീതിയിൽ മത്സരിക്കുന്ന ആളുകളാണ്. ഇവിടെ ഒരൊറ്റ പക്ഷമേ ഉള്ളൂ. ഇവിടെ കൃഷ്ണകുമാർ പക്ഷം എന്നോ മറ്റേതെങ്കിലും പക്ഷമുണ്ടോ എന്നെല്ലാം ദുർവ്യാഖ്യാനങ്ങളാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരജിയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രശാന്ത് ശിവൻ്റെ, ഈ ജില്ലയിലെ ബഹുമാന്യനായ ജില്ലാ അധ്യക്ഷൻ ശ്രീമാൻ പ്രശാന്ത് ശിവൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. ഞങ്ങളെല്ലാവരും ഒരു മുറിയിൽ ചായ കുടിച്ച് ബിസ്ക്കറ്റ് കഴിച്ച് ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ തീരുമാനിച്ചത്. 53 പേരെയും ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ പഞ്ചായത്തുകളിലും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും സീറ്റ് തീരുമാനിച്ച ബോഡിയിൽ ഞാനുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഒരു പക്ഷം തിരിഞ്ഞാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത് പറയുന്നത് 100% തെറ്റാണ്. അതിൽ വസ്തുതയില്ല. എന്തായാലും ഈ വാർഡിൽ വിജയിക്കാൻ വേണ്ട എല്ലാ പിന്തുണയും ഈ പറയപ്പെടുന്ന പക്ഷങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവും. അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രാധചേച്ചി ഇവിടെയുണ്ട്. രാധചേച്ചിയുടെ സമ്പൂർണ്ണമായ പിന്തുണ ഇന്ന് എനിക്കുണ്ട്. അവരിപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ വർക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിലൊരു സംശയവുമില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ കാര്യകർത്താവും എൻ്റെ വിജയത്തിനായിട്ട് പ്രയത്നിക്കുന്നുണ്ട് എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പം ഈ മടിയിലിരിക്കുന്ന ആള് ബർത്ത്ഡേ ഗേളാണ്. ഹലോ ഹലോ ഹലോ, പേരെന്താ? അക്ഷിത. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അതായത് പട്ടിക്കരയിൽ നിന്ന് BJP എന്തായാലും വിജയിച്ച് കയറും, BJP ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ്, ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ കൃഷ്ണദാസ് ഏട്ടൻ ഉൾപ്പെടെ പങ്കുവെച്ചത്. എന്തായാലും BJPയിൽ ഈ പറയപ്പെടുന്ന പോലെ വിഭാഗീയതയില്ല, മറിച്ച് ഒറ്റക്കെട്ടാണ്. കൃഷ്ണകുമാർ പക്ഷമെന്നോ മറുപക്ഷമെന്നോ ഒരു ചേരിത്തിരിവൊന്നുമില്ല. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. വിജയം, ഭരണ തുടർച്ച അത് ഉറപ്പിക്കുമെന്ന് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്നത്.